രാവിലെ തന്നെ ആ കെട്ട പല്ല് ഫുള്ള് ഒരച്ച് വെളുപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ അച്ചു സാറ്. വെളുത്ത പാതി വെളുക്കാത്ത പാതി നമ്മൾ നേരെ വിട്ടത് രുക്മിണി ചേച്ചീന്റെ വീട്ടിൽ പാല് വാങ്ങാനാണ്. പുല്ല് കൊടുത്താലേ പശു പാല് തരുള്ളൂ എന്ന് പറഞ്ഞ 2 പുല്ലും തിരിക്കണ്ടേ അവൻ. കോഴീന്റെ മുന്നിലും കൂടി പവർ കാണിച്ചപ്പോ പുള്ളിക്ക് സമാധാനം. എല്ലാത്തിനായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ പോപ്സിക്കിൾ നിൽക്കുന്നുണ്ടല്ലേ. അച്ചാച്ചൻ മേലെ ചക്കപ്പാപ്പടം സെപ്പറേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് ചെക്കൻ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പോപ്സിക്കിളിന്റെ കൂടെ ടച്ചിങ്സിന് ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടാണോ ആവോ. നമ്മുടെ കാർഡ്ബോർഡ് ആർട്ട് സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് അച്ചുവിന്റെ സ്വന്തം അമ്മായിന്റെന്നാണ്. അച്ചുവിനാണെങ്കിൽ ഒരേ ഒരു അമ്മായിയേ ഉള്ളൂ. ആ അമ്മായി ഒരു കാര്യം ചോദിച്ചിട്ട് അച്ചുവിന് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക് അച്ചു. ഇത് തരുമ്പോ ഇതാരാന്ന് ചോദിക്കി. ഇത് നമ്മുടെ അമ്മായി ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ ചോദിക്കേ. അമ്മായി ഉണ്ടാക്കാൻ പറഞ്ഞ നായക്കുട്ടിയല്ലേ ഇത്? അമ്മയുടെ നായല്ലേ? നോക്കയിലേക്ക് എക്സൈറ്റ്മെന്റില് നോക്ക്. എന്നിട്ട് ഇത് നമ്മുടെ എടാ ഓടിക്കല്ലേ. അച്ചു കുറെ ഭൂതകഥകൾ പുസ്തകത്തിൽ നിന്ന് കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ശരിക്കും ഭൂതമുണ്ടോ എന്ന്. എന്നാ പിന്നെ കാണിച്ചു കൊടുത്തേക്കാം. അവന്റെ ഇമാജിനേഷനിലെ ഭൂതം ഇതിലും ഭയാനകമായോണ്ട് കുട്ടി പുച്ഛിച്ച് തള്ളിട്ടോ. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബന്ധുവീട്ടിലും പോയെ. ആദ്യം വീട്ടിനകത്തേക്ക് കയറാത്ത ചെക്കൻ മിഠായി കാണിച്ച് വശീകരിച്ചപ്പോഴേക്കും രാമനാഥനായിട്ടോ. ഉറങ്ങും മുമ്പേ ഉള്ള അച്ചുവിന്റെ ഡ്രോയിങ് കണ്ടാലോ.